ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നമുക്ക് മാങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും മാങ്ങ ഉപ്പിലിടാൻ അറിയായിരിക്കും, പക്ഷേങ്കിൽ നമ്മൾ ചില സമയത്തൊക്കെ ഉപ്പിലിടുമ്പോൾ അതിലേക്ക് പൂപ്പൽ വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അല്ലേ. നമ്മൾ മാങ്ങ ഉപ്പിലിടുന്ന ആ ഒരു രീതി ശരിയായത് കൊണ്ടാണ് മാങ്ങ ഉപ്പിലിടുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെള്ള പൂപ്പൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ കാണിക്കുന്ന രീതിയിൽ മാങ്ങ ഉപ്പിലിടുകയാണെങ്കിൽ ഒരു പൂപ്പൽ പോലും വരാതെ നമുക്ക് ഒരു വർഷം വരെയൊക്കെ ഈ രീതിയിൽ ഉപ്പിലിടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലും നമുക്ക് മാങ്ങ ഉപ്പിലിടാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മാങ്ങ ഇവിടെ കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മാങ്ങ കുറച്ച് ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറേയൊക്കെ മാങ്ങ ഉണ്ടെങ്കിൽ പിന്നെ സാധാരണ ഒരു വെള്ള കളറുള്ള അധികം മൂപ്പത്താത്ത മാങ്ങ വേണം നമ്മൾ ഉപ്പിലിടാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ കുറച്ചൊരു മഞ്ഞ കളറുള്ളത് കൊണ്ടാണ് ഞാൻ 2 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാങ്ങ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഈ നീളത്തിൽ ഇതിൻ്റെ തൊലിയൊന്നും കളയാതെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മാങ്ങ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ മാങ്ങ മുറിച്ചെടുക്കാൻ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പാത്രത്തിൽ നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 3 പച്ചമുളകാണ്. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുത്താൽ മതി. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ വെളുത്തുള്ളി എടുക്കണമെന്നില്ല. പിന്നെ നമ്മൾ ബോട്ടിൽ എടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ നനവില്ലാതെ നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം ബോട്ടിൽ എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഇതുപോലുള്ള ബോട്ടിലേ ഉള്ളൂ, അതാണ് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് മാങ്ങയുള്ളൂ, അതുകൊണ്ട് ആണ് ഈ ഒരു ചെറിയൊരു ബോട്ടിൽ എടുത്തിട്ടുള്ളത്. എന്നിട്ട് വേണ്ടത് ഇതുപോലെ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ മുഴുവനായിട്ടും ഈ ഒരു ബോട്ടിലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഈ മാങ്ങയുടെ മുകളിലായിട്ട് പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണുക്കാൻ വെച്ചിട്ടില്ല ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബോട്ടിലിൻ്റെ ഒരടപ്പ് വിനാഗിരി മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അധികം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പുളിരസം കൂടിപ്പോകും. അതുകൊണ്ട് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ചതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി വെച്ച് കൊടുക്കുക. കുറച്ച് സമയം നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ കോരി എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്പൂണ് എപ്പോഴും നന്നായിട്ട് ഉണങ്ങിയ സ്പൂണ് വെച്ചിട്ട് വേണം നമ്മൾ മാങ്ങ എടുക്കാനും അതിൻ്റെ വെള്ളമൊക്കെ കോരിയെടുക്കാനും. അല്ലെങ്കിൽ നമ്മൾ നനവുള്ള സ്പൂണ് വെച്ചിട്ട് നമ്മൾ കോരിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാങ്ങ പൂപ്പൽ വന്നിട്ട് കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും മാങ്ങ ഉപ്പിലിടുന്നുണ്ടെങ്കിൽ
ഇതുപോലെ ഒന്ന് ഉപ്പിലിട്ട് വെച്ച് കൊടുക്കുക. കുറേയൊക്കെ മാങ്ങ ഉള്ളവർക്ക് നമുക്ക് കുറേ കാലം വരെ ഈ രീതിയിൽ ഉപ്പിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് 1 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്